ഹലോ മക്കളെ, പരീക്ഷയ്ക്ക് സാധാരണ കാണുന്ന ഒരു ചോദ്യമാണേ സംഭാഷണം തയ്യാറാക്കാൻ എന്നുള്ളത്. അപ്പൊ സംഭാഷണത്തിൽ എത്ര പേര് വേണം? ഒരാളോ സംഭാഷണത്തിന് മതിയാവില്ല, 2 പേര് നിർബന്ധമായിട്ടും വേണം, അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ആള്. നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു സംഭാഷണം നമുക്കൊന്ന് നോക്കിയാലോ? ഇതാ, എല്ലാ കാടും മഴയും, അല്ലെങ്കിൽ നമ്മുടെ മഴ പെയ്തു. മഴ പെയ്ത സമയത്ത് കാടൊക്കെ ഇങ്ങനെ വരണ്ട് കിടക്കുകയായിരുന്നു, പുഴയിലെ വെള്ളമൊക്കെ വറ്റി നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പുഴയും മഴയും എന്ന് പറഞ്ഞാലും കാടും മഴയും എന്ന് പറഞ്ഞാലും ചോദ്യങ്ങൾ ഏകദേശം ഒരുപോലെ, സംഭാഷണ രൂപങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരുപോലെ എഴുതാട്ടോ. നമുക്ക് നോക്കാം. കാട് ചോദിക്കുകയാണേ, ചങ്ങാതി നീ വന്നത് എന്ത് അനുഗ്രഹമായെന്നോ? കുറച്ച് ദിവസങ്ങളായി ഈ കാട് മുഴുവൻ വിറങ്ങലിക്കുന്നു. നിങ്ങളുടെ അവസ്ഥ ഞാൻ കാണുന്നുണ്ടായിരുന്നു. മഴമേഘങ്ങൾ വരാതെ എനിക്ക് വരാൻ കഴിയില്ലല്ലോ സുഹൃത്തെ. കാട് മുഴുവൻ കത്തിയെരിഞ്ഞേനെ. എൻ്റെ മക്കളെല്ലാം കാട്ടുതീയിൽ വെന്തു മരിക്കുന്നത് കണ്ട് ഞാനും ഇല്ലാതായേനെ. മനുഷ്യർ തീയിട്ടതാണല്ലേ എന്ന് മഴ ചോദിക്കുകയാണ്. അപ്പോൾ കാട് പറയാണ്, ഒരൊറ്റ മനുഷ്യർ കാലുകുത്താത്ത ഇടമായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും സ്വർഗമായിരുന്നു മഴ. നിങ്ങളുടെ ആ സന്തോഷം വീണ്ടെടുക്കാനല്ലേ പല നാടും കാടും താണ്ടി ഞാൻ എത്തിയത്. അപ്പൊ കാട് പറയാണ്, ഒരുപാട് സന്തോഷം സുഹൃത്തെ. പ്രകൃതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഞാനും എൻ്റെ മക്കളും വളരെയേറെ സന്തോഷത്തിലാണ്. ഇതിനു പകരം പുഴയാണെങ്കിലും നിങ്ങൾ എന്തെഴുതാ? കാട്ടിലെ മൃഗങ്ങളും പക്ഷികളൊക്കെ ആണെങ്കിൽ പുഴയിലെ മീനുകൾ എന്നൊക്കെ മാറ്റി എഴുതിയാൽ മതി. ഇതുപോലെയാണ് ഒരു സംഭാഷണം തയ്യാറാക്കേണ്ടത് കേട്ടോ.